യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നമ്മൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ദൈവമക്കളാകുവാൻ വേണ്ട എല്ലാ കഴിവുകളും ദൈവം നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. എന്നാൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. യേശുവിന് വേണ്ടിയാണോ അതോ യേശുവിനെ പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? ഈശോ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുണ്ടോ? ഈശോയ്ക്ക് വേണ്ടി നമ്മൾ സാക്ഷികളാകാറുണ്ടോ? ഈശോ ജീവനുള്ള ദൈവമാണെന്നും നമ്മളുടെ രക്ഷകനാണെന്നും ഈശോയിലൂടെ മാത്രമേ രക്ഷ കൈവരിക്കുകയുള്ളൂ എന്നും ലോകത്തിൽ ആരോടേലും നമ്മൾ പങ്കുവച്ചിട്ടുണ്ടോ? സ്നേഹത്തിൽ അടിയുറച്ചുകൊണ്ട് ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? മറ്റൊരു ഈശോയായി മാറുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമോ? പൂർവ്വപിതാക്കന്മാർ ദൈവത്തിനു വേണ്ടി, യേശുക്രിസ്തുവിനു വേണ്ടി മരിച്ചതുപോലെ നമ്മുടെ ജീവൻ വെടിയുവാൻ, യേശുവിന് വേണ്ടി തൻ്റെ ജീവൻ വെടിയുവാൻ നമ്മൾക്ക് സാധിക്കുമോ? എങ്കിൽ നിങ്ങൾ ദൈവമക്കളാകാനുള്ള എല്ലാ കഴിവുള്ളവരായി മാറി. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവമക്കളാകുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.